ഈ കടലാസ കമ്പനികൾ ഇപ്പം വൈക്കം മിഷൻ്റെ മകൻ്റെ മാത്രമല്ല, കേരളത്തിൽ ഏതാണ്ട് 28ഓളം കടലാസ കമ്പനികൾ പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ ഈ ഈ ഈ ഇടതുപക്ഷ പ്രതി സമയമുണ്ടെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ ബിനോയ് കോടിയേരിയും ബിനീഷ് കോടിയേരി കൂടെയും പിന്നെ ഒന്ന് പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളെല്ലാം തള്ളി പറഞ്ഞിട്ടാണല്ലോ പിണറായി വിജയൻ്റെ മകളെ എടുത്തിപ്പം പിന്നെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളും 10-28 കടലാസ കമ്പനികളുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചർച്ച തീരുന്നതിന് മുമ്പ് എനിക്ക് ഇടതുപക്ഷ പ്രതിയോട് പറയാനുള്ളത്, ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡർ 74 പേജിൻ്റെ ഒന്ന് നല്ലപോലെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കണം. ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിനെ കുറിച്ച് പറയുമ്പോൾ ഗുജറാത്ത് ഹൈക്കോടതിയെക്കുറിച്ച് പറയരുത്. ഞാൻ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിലുള്ള പല കാര്യങ്ങളും ഞാനിപ്പോൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഉദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ സമ്മതിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് ആ കണ്ണും ഈ കണ്ണൊന്നുമില്ല. ജഡ്ജ്മെൻറ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വായിക്കും, അതെന്താണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് പിന്നെ പിണറായി വിജയൻ മകളെ സംബന്ധിച്ചിടത്തോളം കർണാടക ഹൈക്കോടതിയിൽ എന്താണ് നടന്നത്, കേരള ഹൈക്കോടതിയിൽ എന്താണ് നടന്നത്, അതിനകത്ത് എന്ത് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമില്ല എന്നുള്ളതൊക്കെ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഈ അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ കുഴപ്പം ചെയ്യാനാണെന്നുള്ളത് ഈ വിഷയത്തിൽ പറയരുത്. മറ്റു വിഷയത്തിൽ പറഞ്ഞോളൂ, അതിന് വേണമെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാം. പക്ഷേ ഈ SFIO അന്വേഷണം സംബന്ധിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസികൾ ഇതുപോലെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത് ഇനി ദയവ് ഇത് പറയരുത്. കാരണം നിങ്ങൾ പറഞ്ഞ വാദഗതികളെല്ലാം തന്നെ കർണാടക ഹൈക്കോടതി മാത്രമല്ല കേരള ഹൈക്കോടതിയും ചവറ്റുകൊട്ടയിലെടുത്ത് കളഞ്ഞിട്ടുള്ളതാണെന്ന് നമ്മൾ കൃത്യമായി കണ്ടതാണ്. അതിൻ്റെ വിധി നാളെ വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ചർച്ച ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത്.